ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സന്ധ്യാസ് ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചേന റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചേന റോസ്റ്റിനായിട്ട് ഞാനൊരു ചേന എടുത്തിട്ടുണ്ട്. ആ ചേന ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതായി ഇതേപോലെ ഒരു ബൗളിലെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഒരു രണ്ട് സവാള, ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ വേണ്ടത് തേങ്ങ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. തേങ്ങയുടെ ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഈ രീതിയിൽ ഒരു ബൗളിലെടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇത് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി ഇനി അടുത്തായിട്ട് നമ്മൾ ഈ സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തത്. വലിയ ഒരു സവാളയാണെങ്കിൽ അത് മതിയാകും, അല്ലെങ്കിൽ 2 മീഡിയം സൈസ് സവാള. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള. ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നമുക്കിത് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് പൊടികളാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുക. അടുത്തത് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. അടുത്തതായിട്ട് 1 ടീസ്പൂണ് നമ്മുടെ മസാലപ്പൊടി ചേർക്കണം. മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്ത തേങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത് അത് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ എല്ലാം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേന റോസ്റ്റിനുള്ള. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആ ചേന ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ചേനയുടെ ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. ഒരു ചെറിയ ചേനയുടെ. ചേന വലുത് ഒത്തിരി കൂടുതൽ എടുക്കുമെങ്കിൽ ഇതിൻ്റെ അളവ് ബാക്കി മസാലയുടെ എല്ലാ അളവ് കൂട്ടേണ്ടി വരും കേട്ടോ.
അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ചേന ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ചേന വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി നമ്മുടെ ചേന ഒന്ന് വെന്ത് കിട്ടണം. നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് അതൊന്ന് വേവട്ടെ. നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ നന്നായിട്ട് മിക്സായി അതിൽ വന്നിട്ടുണ്ട്. വേണ്ടേ, ചേന റോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് എടുക്കുകയാണ്. ചേന ഇഷ്ടമില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വേറെ ചോറിന് വേറെ പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ല. ഈ ഒരു കറി മതിയാകും. കാണുമ്പോഴേ അറിയാം ഇത് എത്രമാത്രം ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലേ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.